കുറഞ്ഞ സമയത്തുള്ള ജോലിയാണോ നിങ്ങൾ നോക്കുന്നത്? ക്വാളിഫിക്കേഷൻ +2 മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. ഒരു കരിയർ ബ്രേക്ക് ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്, ഇതും പ്രശ്നമല്ല. ഇങ്ങനത്തെ ആളുകളാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. വെറും 3 മാസം കൊണ്ട് നല്ല കമ്പനികൾ നിങ്ങൾക്കും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലികൾ വർക്ക് ചെയ്യാൻ പറ്റും, അതും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കരിയറിലൂടെ. മൈ നെയിം ഈസ് ഡാനിഷ് ആൻഡ് വെൽക്കം ടു ലേൺ ആക്സിസ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, +2 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കരിയർ ബ്രേക്ക് വന്നിട്ടുണ്ട്, ഇനി എന്ത് ജോലി കിട്ടുമെന്നറിയാത്ത ആളുകളുണ്ട്, ഇനി എനിക്കൊരു ജോലി കിട്ടുമോ കൺഫ്യൂഷനായി നിൽക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയും, എനിക്കതിൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, എനിക്കൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും, അവിടെ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ പലതിൻ്റെയും പേരിൽ നമ്മൾ മടിച്ചേക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. എന്തുകൊണ്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ? എല്ലാ ഓഫീസുകളും, ഹോസ്പിറ്റൽസുകളും, മാളുകളും, ഹോട്ടൽസിലും എല്ലായിടത്തും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ജോലിയുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് മാത്രമല്ല അവിടെ ഉള്ളത്. ഒരു ഓഫീസ്, ഒരു ഹോസ്പിറ്റൽ ഹോൾ സ്ട്രക്ചർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അതിനനുസരിച്ചുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവിടെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇത് മിക്കവാറും കൈകാര്യം ചെയ്യുന്നത് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. നമ്മുടെ നാട്ടിലും വിദേശത്തും ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. പുറത്താണ് നിങ്ങൾക്ക് കുറച്ച് ഹയർ സാലറിയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും കൂടി പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ട് ഡെസ്ക് മാനേജ്മെന്റ് തൊട്ട് അവിടെ ബാക്ക് എൻഡ് വർക്ക് വരെ ചെയ്യുന്നത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇനി ഏതൊരു മേഖലയിൽ ചെന്ന് കഴിഞ്ഞാലും, ഹോൾസെയിൽ, റീറ്റെയിൽ, സർവീസ്, ഏത് രംഗത്തും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള മേഖല വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുക. ഇത് അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. കാരണം നമ്മൾക്ക് ഒരാളോട് ഒരു എൻക്വയറിക്ക്, നമ്മൾക്ക് ഒരാളോട് നേരിട്ട് ചെന്ന് സംസാരിക്കേണ്ട ഒരു കാര്യത്തിൽ എത്ര തവണ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് വഴി നമ്മൾ സഹായം തേടും. സോ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരാൾ നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് സൊല്യൂഷൻ തരാനും ഒരു ഓഫീസിനകത്ത് നിന്ന് ആ കാര്യങ്ങൾ സോൾവ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ജോലികളൊന്നും അത്ര പെട്ടെന്നൊന്നും തന്നെ നമ്മുടെ നാടുകളിൽ നിന്ന് പുറത്തു പോകുന്നതായി കാണാൻ പറ്റില്ല. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ സാധ്യതകളാണ് ഇനി. നമ്മൾ ഏത് ക്വാളിഫിക്കേഷനും ആയിക്കോട്ടെ, നമ്മൾ ഡിഗ്രി ഉണ്ടാവാം, 10ാം ക്ലാസ് ആവാം, +2 ആവാം, എന്തും ആവാം, ഒരു ഓഫീസിലേക്ക് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഓഫീസിൻ്റെ മിനിമം ബേസിക് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടു ചെല്ലുന്ന സമയത്ത് നമ്മൾ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. പ്രോപ്പറായിട്ട് ഒരു ഓഫീസിലെ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നില്ല. സോ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലൂടെ. എന്തുകൊണ്ട് നിങ്ങൾ ലേൺ ആക്സിസ് ചൂസ് ചെയ്യണം ഓഫീസ് അഡ്മിനിസ്ട്രേഷന്? 100% പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് നമ്മുടെ സെഷൻസ് എല്ലാം നടക്കുന്നത്. എക്സ്പേർട്ട് മെൻറ്റർഷിപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഇതിനൊക്കെ പുറമെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ് ലേൺ ആക്സിസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ 3 മാസം കൊണ്ട് ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ലേൺ ആക്സിസ് നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണാം. താങ്ക് യു.